നമസ്തേ. നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് ബോർഡ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ നോക്കാം. കാര്യം കുറച്ചുകൂടി ഈസിയാണെന്ന് തോന്നുന്നു. നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഈസിയാവുന്ന ഒരു പക്ഷേ ബോർഡായിരിക്കും. നമ്മൾ രണ്ടാം ഭാവത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വാക്ക്, ധനം, കുടുംബം, അധികാരം, വലത് കണ്ണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടൊരു 3-4 കാര്യങ്ങൾ: വാക്ക്, ധനം, കുടുംബം, അധികാരം. നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന 3-4 കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ നമ്മൾ എങ്ങനെ അതിനെ ചിന്തിക്കാം. ഇപ്പോൾ നമുക്കൊരു ജാതകം വന്നു. ആ ജാതകത്തിൽ രണ്ടാം ഭാവത്തിൽ ചൊവ്വയും ശനിയും നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടാം ഭാവം കേടാണെന്ന് വെക്കുക, കെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ്, അയ്യോ രണ്ടാം ഭാവത്തിന് കേടുണ്ടല്ലോ, വാക്ക്, ധനം, കുടുംബം, അധികാരം ഒക്കെ ബുദ്ധിമുട്ട് വരുമല്ലോ എന്ന് പറയും. അതിൽ എങ്ങനെ കെട്ടുപോകും, എപ്പോൾ കെട്ടുപോകും, ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതായത് രണ്ടാം ഭാവത്തിൽ ചൊവ്വ ശനി വന്നു. ഇപ്പോൾ ഉദാഹരണം നോക്കാം. ഉദാഹരണത്തിൽ നമ്മൾ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ ചൊവ്വ, അതുപോലെ തന്നെ ശനി അങ്ങനെ വന്നു എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, രണ്ടാം ഭാവത്തിൽ ചൊവ്വ ശനി ബന്ധം വന്നു, വളരെ അടുത്താണ്. ഒരു ഗ്രഹം, ഒരു ക്ഷേത്രവുമായിട്ട് ചൊവ്വയും ശനിയും ഒരു ഭാവവുമായിട്ടോ ഗ്രഹവുമായിട്ടോ ചൊവ്വയ്ക്കും ശനിക്കും ബന്ധം വരുന്നത് നാശം ഉണ്ടാക്കുന്നു നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചൊവ്വ ശനി നമ്മൾ രണ്ടാം ഭാവത്തിൽ കണ്ടു. മറ്റതെല്ലാം ഇല്ലാതെ നമ്മൾ ഇത് മാത്രമേ കാണുന്നുള്ളൂ. ആദ്യം കണ്ടു, രണ്ടാം ഭാവം കെട്ടുപോയി നമുക്ക്, അല്ലെങ്കിൽ നാശമായി. രണ്ടാം ഭാവത്തിന് നാശമുണ്ട്. എപ്പോൾ? ആദ്യത്തെ ചോദ്യം, ഇത് എപ്പോൾ നാശം വരും? രണ്ടാമത്തെ ചോദ്യം, എന്തിന് നാശം വരും? വാക്കിന് വരുമോ, ധനത്തിന് വരുമോ, കുടുംബത്തിന് വരുമോ, അധികാരത്തിന് വരുമോ, വലത് കണ്ണിന് വരുമോ? ഇങ്ങനെ നമ്മൾ ഇതിനെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നോക്കണം. അതായത് ഏതാണ് നശിക്കുക? പല കാര്യമുണ്ട് ഒരു ഭാവത്തിൽ. 12 ഭാവം കൊണ്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യത്തെയാണ് നാശം വരിക, ഏത് സമയത്താണ് നാശം വരിക? പൂർണ്ണനാശം വരുമോ, അല്ല ഭാഗിക നാശം വരുമോ? ഇങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓരോ ഭാവത്തെക്കുറിച്ചും നമ്മൾ ഇങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടതും ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതും. അപ്പോൾ രണ്ടാം ഭാവത്തിൽ വരുന്ന കാര്യങ്ങൾ: വാക്കുണ്ട്, ധനമുണ്ട്, കുടുംബമുണ്ട്, അധികാരമുണ്ട്. വാക്കിൻ്റെ കാരകൻ ആരാണ്? വാക്ക് എന്ന് പറയുന്നത് ഭാവം 2ആണ്, ധനത്തിൻ്റെ ഭാവം 2ആണ്, കുടുംബത്തിൻ്റെ ഭാവം 2ആണ്, അധികാര ഭാവം 2ആണ്. പക്ഷെ ഗ്രഹങ്ങൾ വേറെയാണ്. വാക്കിൻ്റെ ഗ്രഹം ആരാണ്? വാക്കിൻ്റെ ഗ്രഹം ബുധനാണ്. അപ്പോൾ ബുധൻ്റെ വീടുകളും ബുധനെയും നോക്കണം. ബുധൻ്റെ വീടുകൾ മിഥുനമാണ്, ബുധൻ്റെ വീട് 1, കന്നിയാണ് ബുധൻ്റെ വീട് 2. ഇവിടേക്ക് പാപന്മാരുണ്ടോ നോക്കണം. ബുധൻ്റെ വീടും കെട്ടുപോയിട്ടില്ല, ബുധനും കെട്ടുപോയിട്ടില്ല. ബുധൻ ഉദാഹരണത്തിൽ ബുധനും കെട്ടുപോയിട്ടില്ല. ബുധൻ ചിങ്ങത്തിലാണെന്ന് വയ്ക്കാം. ബുധൻ ഈ മേടലഗ്നക്കാർക്ക് ബുധൻ 6ാം ഭാവാധിപത്യം വഹിച്ചു വരും. 6ാം ഭാവാധിപത്യം വരുന്ന ബുധൻ ദോഷം വരും. ബുധദശയിൽ ദോഷം തന്നെ വരിക മേടലഗ്നക്കാർക്ക്. പക്ഷേ അതേ സമയം തന്നെ മേടം ലഗ്നക്കാർക്ക് 6ാം ഭാവാധിപത്യം വഹിക്കുന്ന ബുധൻ 5-ൽ നിന്നാൽ 6ാം ഭാവത്തിൻ്റെ 12ാം ഭാവത്തിൽ നിന്ന് 6ൻ്റെ ദോഷഫലങ്ങളൊന്നും തരാൻ കഴിയാതെ ശുഭത്വമായിട്ട് നിൽക്കും. ഒരു ഗുരുദൃഷ്ടിയും കൂടിയും കിട്ടിയാൽ ഈ ബുധൻ ശുഭനാവും. അപ്പോൾ എന്തായാലും ബുധൻ ശുഭനായി. ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, കുറച്ച് ദൂരെയെന്ന് വയ്ക്കുക. ചൊവ്വ ഇവിടെ 5 ഡിഗ്രിയാണ്, അതേസമയം ബുധൻ വന്നിട്ട് 25 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 20 ഡിഗ്രി ഗ്യാപ്പ് വന്നു, ചൊവ്വയുടെ പാപത്വം കുറഞ്ഞു, ബുധൻ ശുഭനായി നിന്നു. അപ്പോൾ വാക്കിന് കേടില്ല, വാക്കിന് കേട് വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ധനമാണ്. രണ്ടാം ഭാവത്തിൽ വരുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ധനമാണ് രണ്ടാമത്തെ കാര്യം. ധനത്തിൻ്റെ കാരകൻ ആരാണ്? വാക്കിൻ്റെ കാരകൻ എന്ന് പറഞ്ഞു, ബുധനാണെന്ന് പറഞ്ഞു. ധനത്തിൻ്റെ കാരകൻ, വാക്കിൻ്റെ കാരകൻ ബുധനാണ്, ധനത്തിൻ്റെ കാരകൻ ഗുരുവാണ്. ധനത്തിൻ്റെ കാരകൻ ഗുരുവാണ്. ആ ഗുരു കെട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കണം. ഗുരു എവിടെയാണ് നിൽക്കണേ? ഗുരു ധനുവിൽ നിന്നു എന്ന് വയ്ക്കുക. 9ാം ഭാവാധിപനാണ് മേടലഗ്നക്കാർക്ക്. 9ാം ഭാവാധിപനായ ഗുരു ധനുവിൽ നിന്നു. ധനുവിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ധനുവിൽ നിന്നാൽ ആ ഗുരു വന്നിട്ട് ലഗ്നത്തിനെ നോക്കും 5ാം ദൃഷ്ടി കൊണ്ട്. അതേപോലെ തന്നെ ഗുരു 3ാം ഭാവം, ബുധൻ്റെ ഭാവമായ മിഥുനത്തിലേക്ക്. അപ്പോൾ അറിവ് കെട്ടുപോകില്ല, അവിടെ വാക്ക് കെട്ടുപോകില്ല. കാര്യം മിഥുനത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വന്ന് ശുഭത്വം വന്നു. അതേപോലെ തന്നെ 9ാം ദൃഷ്ടി കൊണ്ട് ബുധനെയും നോക്കും. അങ്ങനെ 3 കാര്യങ്ങൾ. അപ്പോൾ വാക്കും ശരിയായി, ധനവും ശരിയായി. കാര്യം ഗുരു കേട് വന്നിട്ടില്ല, ചൊവ്വയുടെയോ ശനിയുടെയോ ദൃഷ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഗുരു വന്നിട്ട് 9ാം ഭാവത്തിൽ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ തന്നെ നിന്നുകൊണ്ട് ഗുരുവിൻ്റെ ക്ഷേത്രവും കേട് വന്നിട്ടില്ല. അപ്പോൾ ധനത്തിൻ്റെ വീടും കേട് വന്നിട്ടില്ല, ധനത്തിൻ്റെ കാരക ഗ്രഹവും കേട് വന്നിട്ടില്ല, ഗ്രഹത്തിൻ്റെ വീടും കേട് വന്നിട്ടില്ല. വാക്കിൻ്റെ
വാക്കിൻ്റെ കാരകഗ്രഹമായ ബുധനും കേടുവന്നിട്ടില്ല, വാക്കിൻ്റെ കാരകഗ്രഹമായ ബുധൻ്റെ വീടും കേടുവന്നിട്ടില്ല. അപ്പോൾ വാക്കും കേടുവന്നിട്ടില്ല. പിന്നെ അധികാരം നോക്കുമ്പോൾ നമ്മൾ എന്താ നോക്കുക? സൂര്യനാണ് അധികാരഗ്രഹം. സൂര്യനാണ് അധികാരഗ്രഹം. അധികാരം സൂര്യനാണ്. സൂര്യൻ്റെ വീട്ടിൽ ആരുണ്ട്? ബുധനുണ്ട്. വീട് കേടുവന്നിട്ടില്ല. ആര് നോക്കുന്നുണ്ട്? ഗുരുവിൻ്റെ 9ാം ദൃഷ്ടിയുണ്ട്. അപ്പോൾ അധികാര വീട് ബുധനും ഗുരുവിൻ്റെ ദൃഷ്ടിയും കാരണം അധികാര വീട് കേട് വന്നിട്ടില്ല. അപ്പോൾ എന്ത് പറ്റിയിട്ടില്ല? അധികാരത്തിനും ദോഷം വന്നിട്ടില്ല. ഇനി സൂര്യൻ എവിടെ നിൽക്കണമെന്ന് നോക്കാം. സൂര്യൻ എവിടെ നിൽക്കുന്നതിനനുസരിച്ച് സൂര്യൻ പോയാലും ഇവിടെ വീട് വന്നതുകൊണ്ട് തന്നെ ഒരൊറ്റ വീടേ ഉള്ളൂ, ചന്ദ്രന് ഒറ്റ വീടേ ഉള്ളൂ. പിന്നെ ഒന്ന് വരിക കുടുംബമാണ്. കുടുംബം നമ്മൾ ശുക്രൻ വന്നിട്ട് നീചത്തിലാണ് നിൽക്കണമെന്ന് വിചാരിക്കുക. ഈ ബുധനും ശുക്രനും ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബുധൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശുക്രൻ ഒന്നുകിൽ ഇപ്പുറോ അല്ലെങ്കിൽ ഇപ്പുറോ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇതിന് കാരണം എന്താണ്? ബുധനും ശുക്രനും വളരെ അടുത്തടുത്ത് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്. സൂര്യനിൽ നിന്ന് ഏകദേശം 5,72 കോടി കിലോമീറ്റർ ദൂരത്തിലാണ് ആര് നിൽക്കുന്നത്? ബുധൻ നിൽക്കുന്നത്. 10.84 കോടി ദൂരത്തിലാണ് ആര് നിൽക്കുന്നത്? ശുക്രൻ നിൽക്കുന്നത്. 15 കോടി ദൂരത്തിലാണ് ഭൂമി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധനും ശുക്രനും സൂര്യനിൽ നിന്ന് അധിക ദൂരം മാറി വരില്ല. 2 രാശി മാക്സിമം, ശുക്രൻ 4 രാശി, അതായത് 42 ഡിഗ്രി ദൂരം മാത്രമേ കോണളവ് വരുള്ളൂ ശുക്രന്. 22 ഡിഗ്രി കോണളവ് മാത്രമേ ആർക്ക് വരുള്ളൂ? ബുധന് വരുള്ളൂ. ബുധൻ 13 ഡിഗ്രിയിൽ മൗഢ്യമാവും ചെയ്യും. ഏറ്റവും ഹയസ്റ്റ് ഏരിയ 22 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 9 ഡിഗ്രി, 13 മുതൽ 22 ഡിഗ്രി ദൂരം മാത്രമേ നമ്മൾ ബുധനെ 2 സൈഡിലും, സൂര്യൻ്റെ 2 സൈഡിലും നമ്മൾ കാണുള്ളൂ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സൂര്യൻ എപ്പോഴും ബുധൻ്റെ കൂടെ ശുക്രൻ്റെ കൂടെ ഉണ്ടാവും. കാര്യം അതിൻ്റെ കോണളവ്, ഭൂമിയുടെ ഉള്ളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. ഭൂമി 15 കോടിയാണെങ്കിൽ 10 കോടിയിൽ ശുക്രൻ, 5 കോടിയിൽ ബുധനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധനും ശുക്രനും വന്നിട്ട് സൂര്യനിൽ നിന്ന് ബഹുദൂരം പിറകിൽ മാറില്ല. ശുക്രൻ 42 ഡിഗ്രിക്ക് പുറത്തേക്ക് ശുക്രനെ കാണാൻ നമുക്ക് കഴിയില്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശുക്രനിലേക്കുള്ള കോണളവ് 42 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ എവിടെ ഉണ്ടാവും? സൂര്യൻ ശുക്രൻ്റെ കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ അമാവാസി ചന്ദ്രനും വന്നു. അമാവാസി ചന്ദ്രനും വന്നു. ഇവിടെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ശുക്രൻ നീചനാണ്, അല്ലേ? ശുക്രൻ നീചനാണ്. 7ാം ഭാവമാണ് എന്ത് ഭാവം? കുടുംബഭാവം. 7ാം ഭാവത്തിൻ്റെ 12ലുമാണ്. ശുക്രന് നീചത്വം വന്നു. ഈ ഭാവത്തിൻ്റെ 7ാം ഭാവം എന്ന് പറയുന്നത് കുടുംബഭാവം കൂടിയാണ്. കുടുംബഭാവത്തിൻ്റെ 12, കുടുംബം കെട്ടുപോകുമ്പോൾ ശുക്രൻ്റെ 12ൽ നിന്നു. ശുക്രൻ നീചനായി നിന്നു. കൂടെ അമാവാസി ചന്ദ്രനും നിന്നു. സൂര്യൻ്റെ മൗഢ്യം വരും. ചന്ദ്രൻ്റെ അമാവാസിത്വവും കാരണം ശുക്രൻ പൂർണ്ണമായ നാശം വന്നു. അതിനു പുറമെ ശുക്രൻ്റെ വീട്ടിൽ രാഹു നിൽക്കുന്നുണ്ട് എന്ന് വയ്ക്കുക. ഇപ്പോൾ ലഗ്നത്തിൽ കേതു ഉണ്ടാവും, അല്ലേ? രാഹുവും കേതുവും 180 ഡിഗ്രിയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കണം. ശരിക്കും ഈ ശുക്രനെയും ബുധനെയും സൂര്യനെയും ഡിഗ്രിയും അളവും എല്ലാം കൃത്യമായി മനസ്സിലാക്കുമ്പോഴേ ജ്യോതിഷം കൈവരുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹു ശുക്രൻ്റെ വീട്ടിൽ നിന്നു. ഇപ്പം എന്ത് സംഭവിച്ചിട്ടുണ്ട്? ശുക്രൻ്റെ ഒരു വീട്ടിലെ ചൊവ്വയും ശനിയും നിന്ന് കേടുവരുത്തിയിട്ടുണ്ട്. ശുക്രൻ്റെ മറ്റൊരു വീട്ടിലെ രാഹു നിന്ന് കേടുവരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശുക്രനും എന്ത് പറ്റിയിട്ടുണ്ട്? നീചത്വം വന്നിട്ടുണ്ട്. ഈ 7ാം ഭാവത്തിൻ്റെ 12ൽ നിന്നു. കൂടെ സൂര്യൻ്റെ കൂടെ ചെന്ന് മൗഢ്യം വന്നു. പ്ലസ് അമാവാസിയും വന്നു. അമാവാസിയും വരുമ്പോൾ എന്ത് സംഭവിക്കും? ശുക്രൻ പൂർണ്ണമായി കെട്ടുപോയി. ശുക്രൻ്റെ 2 വീടുകളും കെട്ടുപോയി. ഇദ്ദേഹത്തിന് മിക്കവാറും എന്ത് സംഭവിക്കില്ല? കുടുംബം കെട്ടുപോയിട്ടുണ്ടാവും. കുടുംബം നാശമായിട്ടുണ്ടാവും. വിവാഹം നടക്കാൻ യോഗം ഉണ്ടാവും. 7ാം ഇതിൻ്റെ നമ്മളെ ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ ഒന്നുകിൽ ഉത്രം, അത്തം, ചിത്തിര എന്ന് പറയുന്ന 3 നക്ഷത്രമാണ് വരിക. അപ്പോൾ നമ്മളൊരു ചിത്തിര നക്ഷത്രം തന്നെ കണക്കാക്കുക. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചു. ചിത്തിര നക്ഷത്രം ജനിച്ചു പറഞ്ഞാൽ ചൊവ്വയാണ്. ചൊവ്വ വന്നിട്ട് ഒരു 4 വർഷം, ചൊവ്വ 4 വർഷം കിട്ടിയെന്ന് വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുവാണ്. രാഹു 18 വർഷമാണ്. അപ്പോൾ 22 വയസ്സ് വരെ രാഹു. ഈ രാഹു വന്നിട്ട് 7ാം ഭാവ കാരകനും കൂടിയാണ്, അല്ല 7ാം ഭാവാധിപനും കൂടിയാണ്. ഈ ശുക്രനെ കേടുവരുത്തിയാലും രാഹു ശുക്രൻ്റെ ബലം തരും. അപ്പോൾ രാഹുവിൻ്റെ ദശയിൽ ഒരു 22 വയസ്സിൽ രാഹുവിൻ്റെ ദശ കഴിഞ്ഞു. ഗുരുവിൻ്റെ ദശ വരും. ഗുരു 9ൽ നിന്ന് ഗുരുവിൻ്റെ ദശ. രാഹു കഴിഞ്ഞാൽ എന്താണ്? ഗുരുവാണ്. 22 16 22 10
32 മാറി 38 വയസ്സ് വരെ എന്തുണ്ട്? ഗുരുവിൻ്റെ ദശയുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ശനി ദശ, ശനിയുടെ ദശ ദോഷദശയാണ്. 38ഉം 19ഉം 57 വയസ്സ് വരെ, 57 വയസ്സ് വരെ വരുന്ന ശനി ദശയാണ് ഈ കുടുംബദോഷം ഭാവിക്കുക. അപ്പോൾ ഇയാൾ ഗുരുദശയിൽ സന്താനയോഗം ഉണ്ട്. ഇയാൾക്ക് എങ്ങനെയുണ്ടായത്? 5ാം ഭാവത്തിൽ ബുധനുണ്ട്, 5ാം ഭാവത്തിലേക്ക് കാരകനായ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് സംഭവിക്കണം? ഇയാൾക്ക് വിവാഹം കഴിക്കണം, വിവാഹം നടക്കും. ഇത്രയൊക്കെ മോശം വന്നാൽ ഇയാൾക്ക് വിവാഹം നടക്കും. കാര്യം ലഗ്നത്തിലേക്ക് ഗുരുദൃഷ്ടിയുണ്ട്, അതേപോലെ 5ാം ഭാവത്തിന് ബുധൻ നിന്ന് 5ാം ഭാവത്തിലേക്ക് ബുധൻ്റെ ദൃഷ്ടിയും വരുന്നതുകൊണ്ട് ഇയാൾ എന്ത് സംഭവിക്കും? ഗുരുദശയിൽ വിവാഹം നടക്കും. ഗുരുദശയിൽ വിവാഹം നടന്ന് ശനിയുടെ ദശയിൽ ചൊവ്വയുടെ അപഹാരം വരെ കുഴപ്പമുണ്ടാവില്ല. ശനി ദശ വന്നു, ചൊവ്വയുടെ അപഹാരം, അഷ്ടമാധിപൻ്റെ അപഹാരം, ദോഷം വരണമെങ്കിൽ 6-8 ബന്ധങ്ങൾ വരണം. ശനി ദശ വന്നു, 8ലേക്ക് നോക്കുന്ന ശനി ദശയാണ്. അഷ്ടമാധിപനായ ചൊവ്വയുടെ അപഹാരം മുതൽ കുടുംബത്തിൽ പ്രശ്നം വരും. കുടുംബ പ്രശ്നമാണ് വരിക. വാക്ക് വരില്ല, ധനം വരില്ല, അധികാരം വരില്ല. കാര്യം സൂര്യനൊന്നും കേട്ടില്ല, പലത് കണ്ണിന് ദോഷം വരില്ല, അതൊന്നും വരില്ല. എന്താ വരുള്ളൂ? കുടുംബത്തിനാണ് പ്രശ്നം വരിക. അഷ്ടമത്തിൽ എന്ത്? അഷ്ടമാധിപനായ ചൊവ്വയുടെ അപഹാരത്തിൽ അഷ്ടമത്തിലേക്ക് നോക്കുന്ന ശനിയുടെ ദശയിൽ ചൊവ്വ മുതൽ ദോഷം വരും. ചൊവ്വ കഴിഞ്ഞ് വരുന്ന രാഹു ശനിക്ക് 6ൽ നിന്നതുകൊണ്ട്, ശുക്രൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് അവിടെ ആ പ്രശ്നത്തെ മൂർധന്യത്തിൽ വരുത്തും. അത് കഴിഞ്ഞ് വരുന്ന ഗുരു ശനിക്ക് 8ൽ നിൽക്കുന്നതുകൊണ്ട് അതും ദോഷമായിട്ട് തന്നെ ഭവിക്കും. അപ്പോൾ ശനി ദശയിൽ ചൊവ്വ, രാഹു, ഗുരു അപഹാരങ്ങൾ ദോഷമാണ്. ചൊവ്വ മുതലേ തുടങ്ങും. ചൊവ്വ അഷ്ടമാധിപനായതുകൊണ്ട് ഇയാൾക്ക് കഷ്ടം കൊടുക്കണം. കഷ്ടം എങ്ങനെയുള്ള കഷ്ടം വരും? ദാമ്പത്യ കുടുംബത്തിൽ കഷ്ടം വരും. വാക്ക്, ധനം, കുടുംബത്തിലെ ധനം വരില്ല. കാര്യം ഗുരു നോക്കുന്നുണ്ട്. വാക്ക് വരില്ല. വാക്കൊക്കെ ചെറിയ രീതിയിലാണ് വരിക. കാര്യം വാക്കിൻ്റെ ഇവിടെ അമാവാസി ചന്ദ്രനുണ്ട്, എന്നാലും അത് 6ൽ നിൽക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ഈ കുടുംബത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാക്കുകൾ അയാൾ ഉപയോഗിക്കാമെന്നല്ലാതെ നോർമൽ ടോക്കിൽ അയാൾക്ക് ദോഷം വരില്ല. അപ്പോൾ കുടുംബത്തിനാണ് ദോഷം വരിക. അത് ഏത് സമയത്താണ് വരിക? ശനി ദശയിലാണ് വരിക, അല്ലെങ്കിൽ ചൊവ്വാദശ. ചൊവ്വാദശ ആകുമ്പോഴേക്കും ഇവിടെ ഇയാൾക്ക് എന്ത് വരില്ല? കുടുംബം വന്നിട്ടുണ്ടാവില്ല. രാഹു ദശയിലും ഇയാൾക്ക് കുടുംബം വന്നിട്ടുണ്ടാവില്ല. ശനി ദശയിലാണ് ഗുരു കുടുംബം കൊടുത്ത് ശനി കുടുംബത്തിനെ കെടുത്തും. അങ്ങനെയാണ് ജാതകത്തിന് പ്രിഡിക്ഷൻ വരിക. അതായത് ദശ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഏത് പ്രായത്തിലാണ് ഇപ്പോൾ ചൊവ്വ തരണമെങ്കിൽ ചൊവ്വ നല്ല ഒരു 30 വയസ്സിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ചൊവ്വയിലായിരിക്കും കുഴപ്പം വരിക. പക്ഷെ ഇതെന്താ വരുന്നുള്ളൂ? ചൊവ്വ ചെറുപ്പത്തിലാണ്, 4 വയസ്സ് വരെയുള്ളൂ. ഇനിയിപ്പോൾ അത് അത്തത്തിൽ ജനിച്ചാലും ചൊവ്വ വന്നിട്ട് 7 കൊല്ലം 10 കൊല്ലത്തിൻ്റെ ഉള്ളിലേ വരുള്ളൂ. അപ്പോൾ അത് ആ 2 ദശകളിലും ദോഷം ചെയ്യില്ല. ഗുരുദശയിലായിരിക്കും മിക്കവാറും വിവാഹം. അത് കഴിഞ്ഞ് ശനി ദശയിലാണ് എന്ത് സംഭവിക്കുള്ളൂ? ദോഷം സംഭവിക്കുക. ശനി എന്താണ് ഇയാൾക്ക്? ശനി ചലരാശിക്ക് 11ാം ഭാവാധിപൻ മാരകനുമാണ്. ശനി ചൊവ്വയ്ക്ക് ശത്രുവുമാണ്. അതുകൊണ്ട് തന്നെ 2ൽ നിന്ന് 8ലേക്ക് നോക്കുന്ന ശനി, അതേപോലെ തന്നെ 4ാം ഭാവത്തിലേക്ക് നോക്കും. സുഖത്തിനെയും കെടുത്തും, 4ാം ഭാവത്തിനെയും കെടുത്തും, സുഖത്തിനെയും കെടുത്തുന്നുണ്ട് ഇവിടെ. അപ്പോൾ സുഖത്തിനെയും കെടുത്തുന്ന, അഷ്ടമത്തിനെയും കേടുവരുത്തി, അതുപോലെ തന്നെ ഇയാൾ എന്ത് ചെയ്യും? 11ാം ഭാവത്തിന്, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. 11ാം ഭാവത്തിനും ലാഭഭാവത്തിനും ഒക്കെ കേടുവരുത്തുന്ന ശനി ദശയിൽ കുടുംബത്തിനെ കേടുവരുത്തും ചൊവ്വയുടെ അപഹാരത്തിൽ. ആ ചൊവ്വയുടെ അപഹാരം, രാഹുവിൻ്റെ അപഹാരം, ഗുരുവിൻ്റെ അപഹാരം ഇയാൾ വട്ടെട്ടും തിരിയെന്ന് മാത്രമല്ല, അതേ സമയത്ത് ഗോചരത്തിൽ ശനി അഷ്ടമത്തിലോ അല്ലെങ്കിൽ ഗോചരത്തിൽ ശനി 7.5 ശനിയായിട്ടോ ജന്മശനിയായിട്ടോ വരുന്നും കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായ നാശം പറയണം. ഡൈവോഴ്സ് വരെ പറയാം. ഡൈവോഴ്സ് എങ്ങനെ തീരുമാനിക്കാം? ഈ ജാതകം മാത്രം നോക്കി ഡൈവോഴ്സ് തീരുമാനിച്ചുകൂടാ. ഇവർക്കുണ്ടാവുന്ന സന്താനം എന്തായാലും ഉണ്ടാവും. കാര്യം ഗുരുദൃഷ്ടി 5ാം ഭാവത്തിലേക്കാണ്. അതുകൊണ്ട് സന്താനം ഉണ്ടാവും. അപ്പോൾ സന്താനത്തിൻ്റെ ജാതകത്തിൽ പിതൃനഷ്ടമുണ്ടോ, പിതാവിനെ നഷ്ടപ്പെടാൻ യോഗമുണ്ടോ, മാതാവിന് ദുരിതം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഡൈവോഴ്സ് അതോ വീണ്ടും ചേരുമോ എന്ന് തീരുമാനിക്കുക. ഈ ജാതകത്തിൽ നിന്നല്ല. ഇവിടെ നമ്മൾ കഷ്ടം വരും ഈ 3 അപഹാരത്തിൽ നിന്ന് തീരുമാനിച്ചു. അത് ഏകദേശം എത്ര സമയം ഉണ്ടാവും എന്ന് നമ്മൾ തീരുമാനിച്ചു. ഒരു 6-7 വർഷത്തോളം, 5 മുതൽ 7 വർഷം വരെയുള്ള സമയം ദോഷ സമയമാണ് ശനി ദശയിലെന്ന് തീരുമാനമായി. അതിൽ തന്നെ ഇത് പൂർണ്ണനാശം വരുമോ അല്ലെങ്കിൽ പിന്നെ കുടുംബജീവിതം തിരിച്ചു കിട്ടില്ലേ നോക്കുന്നത് ബാക്കിയുള്ളവരുടെ അല്ലെങ്കിൽ സന്താനത്തിൻ്റെ ജാതകം, അതുപോലെ ഇണയുടെ ജാതകം കൂടി നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. പക്ഷേ നമ്മളിവിടെ 2ാം ഭാവത്തിന് വാക്ക്, ധനം, കുടുംബം, അധികാരം അല്ലെങ്കിൽ വലത് കണ്ണ്, ഇതിൽ ഏതിന് കേടുവരുമെന്ന് തീരുമാനിക്കാനുള്ള മാർഗം ഇങ്ങനെയാണ്. അത് ഏത് പ്രായത്തിൽ കേടുവരുമെന്ന് തീരുമാനിക്കുന്നതും ഇങ്ങനെയാണ്. ഈ ദശ വരണം. ഈ ദശ നമുക്ക് ചെറുപ്പത്തിൽ വന്നു പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചൊവ്വാദശയിലും ദോഷം തന്നെയാണ്, രാഹുദശയും ദോഷം തന്നെയാണ്. 7ൽ നിൽക്കുന്ന രാഹു. പക്ഷേ രാഹു ഒക്കെ എപ്പോഴേ വരുന്നുള്ളൂ? 22 വയസ്സിൽ രാഹു കഴിഞ്ഞു പോകും.
അതുകൊണ്ട് ശനി ദശയാണ് കറക്റ്റ് പരുവത്തിൽ വരിക. കറക്റ്റ് പ്രായത്തിൽ വരുന്ന ശനി ദശയിൽ ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഗുരുവിൻ്റെയും അപഹാരങ്ങൾ ദോഷമായിട്ട് ഭവിക്കും. അതിൽ പ്രത്യേകിച്ചും ചൊവ്വ രാഹു അപഹാരങ്ങൾ വളരെ ദോഷമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു ഭാവത്തെ ചിന്തിക്കുമ്പോൾ എന്താണ് എടുക്കേണ്ടത്, എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള മാർഗം ഇതാണ്. ഇതിപ്പോൾ 4ാം ഭാവം എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4ൽ എന്തൊക്കെയുണ്ട്? മാതാവുണ്ട്, വണ്ടി, വാഹനം, വീടുണ്ട്, വിദ്യയുണ്ട്, അങ്ങനെ കാര്യങ്ങളെല്ലാം 4ാം ഭാവത്തിൽ വരും. അപ്പോൾ ഇവിടെ വിദ്യ പോവോ, മാതാവിന് നാശം വരുമോ, വണ്ടി, വീട്, വാഹനങ്ങൾ നാശം വരുമോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? മാതാവിൻ്റെ കാരകൻ ചന്ദ്രനാണ്, വിദ്യയുടെ കാരകൻ ബുധനാണ്, അതുപോലെ വണ്ടി, വീട്, വാഹനത്തിൻ്റെ കാരകൻ ശുക്രനാണ്. അപ്പോൾ ശുക്രന് കേടുണ്ടോ, ശുക്രൻ്റെ വീടുകൾ കേടുണ്ടോ, ബുധന് കേടുണ്ടോ, ബുധൻ്റെ വീടുകൾ കേടുണ്ടോ, ചന്ദ്രന് കേടുണ്ടോ, കർക്കടകം കേടുണ്ടോ നോക്കിയിട്ടാണ് ഏത് കേട് വരുമെന്ന് ഓരോ ഭാവത്തിനെയും നോക്കുക. അത് ഏത് പ്രായത്തിൽ വരും, ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദശകളാണ് ഏറ്റവും പ്രധാനം. ഈ ശനിദശ വന്നില്ലെങ്കിൽ കുഴപ്പം വരില്ല. കാര്യം ചൊവ്വയും രാഹുവും വന്നു, ശനിദശയൊന്നും വരുന്നില്ല എന്ന് വയ്ക്കുക. പക്ഷേ ഇയാൾ ശനിയുടെ അവസാനത്തിലാണ് ജനിക്കുക, അല്ലെങ്കിൽ ശനിദശയുടെ ആരംഭത്തിൽ ജനിച്ചു എന്ന് വയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ശനിദശ അയാൾക്ക് 19 വർഷം, അത് കഴിഞ്ഞ് ബുധദശ 17 വർഷം, അപ്പോൾ അത് കഴിഞ്ഞ് അയാൾക്ക് കേതുദശ, ശനിദശ 19 വർഷം കിട്ടി, അത് കഴിഞ്ഞിട്ട് 17 വർഷം ബുധദശ കിട്ടി. അപ്പോൾ ഈ 36 വർഷം. അത് കഴിഞ്ഞ് നമുക്ക് 7 വർഷം വന്നിട്ട് കേതു, അപ്പോൾ 43, അത് കഴിഞ്ഞ് 20 കൊല്ലം, 63 വരെ ശുക്രൻ. ഇങ്ങനെ ദശകൾ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ദോഷം വരില്ല. കാര്യം എന്താണ്? ഇതിൻ്റെ ഇടയിൽ ശനി ചെറുപ്പത്തിൽ വിവാഹത്തിന് മുമ്പ് വന്നുപോയി, അതുപോലെ ചൊവ്വ വന്നില്ല, രാഹു വന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് വരില്ല? ദോഷം വരില്ല. ദശകൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പ്രധാനം എന്താണ്? ദശകളാണ്. ഈ ദശകൾ വന്നാൽ മാത്രമേ ഭവിക്കുള്ളൂ. വന്നാൽ ഏതിനെ മാത്രമേ ഭവിക്കുള്ളൂ? കുടുംബത്തിനെ മാത്രമേ ദാശം വരുള്ളൂ. അപ്പോൾ ഈ ദശ വരണം. ഇത് വന്നാൽ തന്നെ ഏത് ഭാവമാണോ, ഏത് ഗ്രഹത്തിനാണോ ദോഷം, ആ ഗ്രഹത്തിൻ്റെ കാര്യം മാത്രമേ നാശമുണ്ടാവുള്ളൂ. ഇത് നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഓരോ ഭാവത്തെക്കുറിച്ചും നമുക്ക് ഇതുപോലെ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.